എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരല്ലേ? എന്നാൽ ചില സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള വാട്സപ്പ് ചാറ്റുകൾ കാണും. അത് നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് പിൻ ചെയ്യുന്നതെന്നും പിന്നെ ഏതെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾ ഏതെങ്കിലും ജോലി വല്ലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്രൂപ്പിൽ നിന്നും എന്തെങ്കിലും മെസ്സേജ് വരും. അത് മ്യൂട്ട് ചെയ്ത് വെക്കാനും സാധിക്കും. മ്യൂട്ട് ചെയ്ത് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വരത്തില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ചേച്ചി കയറി എന്താണ് ആ വ്യക്തി മെസ്സേജ് അയച്ചതെന്ന് അറിയാനും പറ്റും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദേവരി യൂട്യൂബ് ചാനൽ. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാ പേജിൽ പേജ് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത ഉടനെ ഇവിടെ ഞാൻ ഗ്രൂപ്പ് എടുക്കുകയാണ്. ഇതിൻ്റെ ഗ്രൂപ്പ് തന്നെയാണ്. ഇവിടെ ഞാൻ അത് പിൻ ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ മെസ്സേജ് അതിനായിട്ട് ഞാനൊരു ഗ്രൂപ്പ് എടുക്കുകയാണ്. എൻ്റെ ഗ്രൂപ്പ് തന്നെയാണത്. അതിൽ ഞാൻ ഹായ് എന്ന് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഞാൻ എൻ്റെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ മാത്രമേ അത് ഫ്രണ്ടിൽ വന്ന് എടുക്കത്തുള്ളൂ. ഇത് ഡിലീറ്റ് ചെയ്ത ഉടനെ തന്നെ അത് ആ ചാറ്റ് താഴോട്ടേക്ക് അങ്ങ് പോകുന്നതാണ്. അതെങ്ങനെ പിൻ ചെയ്ത് വെക്കാമെന്നാണ് പറയുന്നത്. അതിനകത്ത് ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഫസ്റ്റ് ഓപ്ഷൻ മുകളിൽ ഫസ്റ്റ് ഓപ്ഷനായ ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത് പിന്നായി കഴിഞ്ഞു. ഇനി ആ മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. ഞാൻ ഒന്നുകൂടെ ആ മെസ്സേജ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. കണ്ടില്ലേ, ആ മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടും കൂടെ ആ ഗ്രൂപ്പ് ഫ്രണ്ടിൽ നിന്ന് പോയിട്ടില്ല. ഇങ്ങനെയാണ് ഗ്രൂപ്പ് പിൻ ചെയ്ത് വയ്ക്കുന്നത്. ഇനി ഈ നോട്ടിഫിക്കേഷൻ എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം, അതാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അതിനായിട്ട് ഈ ഗ്രൂപ്പിനെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ ഫയലൊക്കെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 2-3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അവിടെ നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യും. അവിടെ മ്യൂട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് അനേബിൾ ചെയ്ത് അതൊന്ന് ആൽവേസിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ് വായിക്കാൻ പറ്റും. പക്ഷേ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരത്തില്ല. അതായത് നിങ്ങൾ എന്തെങ്കിലും ജോലി തിരക്കിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഗ്രൂപ്പിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരണമില്ല. പക്ഷേ ഈ ഗ്രൂപ്പിൽ നടക്കുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് സെർച്ച് ചെയ്ത ഉടനെ വായിക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ മ്യൂട്ട് നോട്ടിഫിക്കേഷൻ വേണ്ട, അതിനെ ഒന്ന് ഡിസേബിൾ ചെയ്യണം. എങ്കിൽ നിങ്ങൾ നോക്കിയെടുക്കുക. എന്നിട്ട് ഈ ആൽവേസ് എന്ന് കിടക്കുന്നില്ല, ഒരു അനേബിൾ ബട്ടൺ കിടക്കുന്നില്ല, അതിനൊന്ന് ഡിസേബിൾ ആക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ പഴയതുപോലെ വരത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക.
ഇനി ഇങ്ങനത്തെ ടെക്നോളജിപരമായ വീഡിയോ ദിവസം കിട്ടാൻ വേണ്ടി ദേവാരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഫോളോയും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണ് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇതറിയാനുള്ളവർ ഒരുപാട് പേരുണ്ടായിരുന്നേക്കാം. അറിഞ്ഞുകൂടാത്തവർക്കാണ് ഈ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ വരാം. അതുവരേക്കും ബൈ ബൈ.